വട്ടിയൂർക്കാവിനായി ബി.ജെ.പിയിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. സാക്ഷാൽ കെ സുരേന്ദ്രൻ തന്നെ വട്ടിയൂർക്കാവ് തനിക്ക് വേണമെന്ന് പറഞ്ഞതാ രംഗത്തെത്തി കഴിഞ്ഞു. ശാസ്താമംഗലം കൗൺസിലർ ജയിച്ചിട്ടും മേയർ സ്ഥാനം കിട്ടാത്ത കെ ശ്രീലേഖയെ ബി.ജെ.പി അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ അനുനയിപ്പിച്ച് സമാധാനിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ 2026 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാം എന്ന ഉറപ്പുമായിട്ടാണ്. ഇപ്പോൾ പെട്ടുപോയത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വട്ടിയൂർക്കാവിലെ തൻ്റെ ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങൾ തുടങ്ങി വെച്ച വട്ടിയൂർക്കാവിൽ വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾക്ക് തുടക്കമിട്ട ഇപ്പോഴും അതിനൊരു മുടക്കം വരുത്താത്ത നടൻ കൃഷ്ണകുമാറാണ് പെട്ടുപോയത്. വിവാഹ വീട്, വിവാഹ നിശ്ചയ വീട്, മരണ വീട്, സഞ്ചയന ചടങ്ങുകൾ ഇതിനൊക്കെ കയറി ഇറങ്ങി കൃഷ്ണകുമാറിൻ്റെ ചെരുപ്പ് തേഞ്ഞു കഴിഞ്ഞു. ഒടുവിൽ കേൾക്കുന്നത് നീലേശ്വരത്ത് ചാരി നിന്ന കെ സുരേന്ദ്രൻ ഇതാ വട്ടിയൂർക്കാവ് അടിച്ചു കൊണ്ടുപോകാൻ വരുന്നു എന്നാണ്. അങ്ങനെ പരസ്യമായി കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ തനിക്ക് വട്ടിയൂർക്കാവ് വേണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവരുടെയൊക്കെ ഒരു ചോദ്യം, പിന്നെ എന്തിനാണ് കോൺഗ്രസ് വട്ടിയൂർക്കാവിൽ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നത്? ബി.ജെ.പിക്കാരുടെ വിചാരം അവർ മാത്രമാണ് വട്ടിയൂർക്കാവിൽ ഇത്തവണ മത്സരിക്കുക എന്നാണ്. ഇത്തവണ വട്ടിയൂർക്കാവിൽ പണി ചോദിച്ചു വാങ്ങാൻ നിൽപ്പുണ്ട് വി.കെ. പ്രശാന്ത്. ബി.ജെ.പിയുടെ വട്ടിയൂർക്കാവ് മുറവിളിയിൽ ഒരു അന്തർധാര്യം കേൾക്കുന്നുണ്ട്. എന്താണത്? തലസ്ഥാനത്തെ പ്രധാന മണ്ഡലങ്ങളായ വട്ടിയൂർക്കാവ്, നേമം ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ സി.പി.എമ്മിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വരുന്നത്. വട്ടിയൂർക്കാവ് സീറ്റിനെ ബി.ജെ.പി വൻ ഡിമാൻഡാണ് ബി.ജെ.പി നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് മുൻ ബി.ജെ.പി അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ തൻ്റെ അടുത്ത അനുയായികളോട് വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് വട്ടിയൂർക്കാവിൽ തൻ്റെ പ്രവർത്തന മേഖലയാണെന്നും അവിടെ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും പരസ്യമായി പ്രഖ്യാപിച്ച് നടൻ ജി കൃഷ്ണകുമാറും രംഗത്തെത്തിയത്. പക്ഷേ പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ചാകും ബാക്കി കാര്യങ്ങളിൽ നിന്ന് കൃഷ്ണകുമാർ ഒരു വരി കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തിരുവനന്തപുരം മേയർ സ്ഥാനം നിഷേധിച്ച മുൻ DGP ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് സീറ്റ് നൽകുമെന്ന് ചില അഭ്യൂഹങ്ങൾ പരന്നു കഴിഞ്ഞു. എന്നാൽ താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നാണ് ഇപ്പോൾ ശ്രീലേഖ പറയുന്നത്. കാര്യങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നേമത്ത് വീണ്ടും വി ശിവൻകുട്ടി മത്സരിക്കില്ലെന്ന് പറയുന്നതും വട്ടിയൂർക്കാവിൽ മാത്രം മത്സരിക്കുമെന്ന് കെ സുരേന്ദ്രൻ നിലപാടെടുക്കുന്നതും CPM ബി.ജെ.പി അന്തർധാരയാണെന്ന് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കെ മുരളീധരൻ, മുൻ വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. അദ്ദേഹം ഗുരുവായൂർ സീറ്റിലേക്ക് മാറുമെന്ന ചില അഭ്യൂഹങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഗുരുവായൂർ വിട്ടുകൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. തീരുമാനമെടുക്കേണ്ട KC വേണുഗോപാൽ MP പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. അതവർ ഭംഗിയായി കോൺഗ്രസിനുള്ളിൽ നടപ്പാക്കിക്കൊള്ളും. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നാലും ഇനി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരവൂരിൽ നിന്നും ഇവിടെ വന്ന് മത്സരിച്ചാലും PC വിശ്വനാഥിന് നറുക്ക് വീണാലുമൊക്കെ വട്ടിയൂർക്കാവിൽ എന്തു തന്നെ ആയാലും ഇത്തവണ ഇതിലൊരാൾ കോൺഗ്രസ് തന്നെ വട്ടിയൂർക്കാവിൽ വിജയക്കൊടി പാറിപ്പിക്കുന്നതിൽ ഒരു സംശയവുമില്ല.